തൊഴിൽ നൈപുണ്യ പരിശീലനത്തിലൂടെ യുവത്വത്തെ ജീവിതത്തിന്റെ പുതുസ്വപ്നങ്ങളിലേക്ക് ചേക്കേറുവാൻ ശീലിപ്പിക്കുന്നതിൽ എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പങ്ക് വിവരണാതീതമാണ്. സർക്കാർ ഇതര ഏജൻസികൾ വഴി യുവജനങ്ങൾക്ക് ലഭ്യമായ ഏത് പരിശീലന പരിപാടികളും സാധ്യമായ സാങ്കേതികത്വം പൂർണ്ണതോതിൽ പ്രയോജനപ്പെടുത്തിയാണ് പ്രസ്തുത പരിശീലനങ്ങൾ പ്രാവർത്തികമാക്കുന്നത്. കേന്ദ്ര സർക്കാർ സംരംഭമായ ജൻ ശിക്ഷൻ സൻസ്ഥാൻ JSSന്റെ നൈപുണ്യ പരിശീലനങ്ങൾ വിദഗ്ധമായി നിർവഹിക്കുന്ന പ്രധാന ഏജൻസിയാണ് എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി. മുതിർന്ന വ്യക്തികൾക്ക് ഒറ്റയ്ക്കും സംഘമായും ചെയ്യാവുന്ന വിവിധ തൊഴിലുകളെ പരിചയപ്പെടുത്തിയും പരിശീലനങ്ങൾ നൽകിയും ഒട്ടനവധി കുടുംബങ്ങളെയാണ് സൊസൈറ്റി ഇക്കാലമത്രയും സംതൃപ്ത ജീവിതം നയിക്കുവാൻ പ്രാപ്തരാക്കിയിട്ടുള്ളത്. സ്വയം തൊഴിൽ ശാക്തീകരണവും സംരംഭകത്വ വികസനവും അതിന് ഉതകുന്ന പരിശീലനങ്ങളും മറ്റു പരിപാടികളും എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ പരിശീലനങ്ങൾ നടക്കുന്നതിന് എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ട്രെയിനിങ് സെൻറ്റർ ഇവിടെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. വരാപ്പുഴ അതിരൂപതയുടെ സാമൂഹിക വിഭാഗമായ എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി 1962 സ്ഥാപിതമായതാണ്. ഒത്തിരിയേറെ സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഒത്തിരി പേർക്ക് നന്മകളും അനുഗ്രഹത്തിൻ്റെ പടുവൃക്ഷവുമാണ്. ഇതിൽ ഒത്തിരിയേറെ ജനങ്ങൾക്ക് നന്മ നൽകുന്ന സ്കീമുകളും പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ JSS ജൻ ശിക്ഷൻ സൻസ്ഥാൻ എന്ന പരിപാടി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ സ്കീം പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അക്ഷരാഭ്യാസമില്ലാത്തവർക്കും 10ാം ക്ലാസ്സിൽ താഴെ പകുതി വിദ്യാഭ്യാസം ഉപേക്ഷിച്ചവർക്കും വേണ്ടി പ്രത്യേകമായി ഉള്ളതാണ്. വൊക്കേഷണൽ ട്രെയിനിങ്ങുകൾ ഈ പരിപാടിയിലൂടെ നടത്തപ്പെടുകയാണ്. ഒത്തിരി പേർക്ക് ഇതിലൂടെ അവരുടെ തൊഴിലിൽ നൈപുണ്യം നേടുവാനും അതുവഴി ജീവിത നിലവാരത്തിലേക്ക് ഉയർന്നു വരുവാനും കുടുംബത്തെ കൈപിടിച്ചുയർത്തുവാനും സാധിച്ചിട്ടുണ്ട്. ജൂലൈ 7 കഴിഞ്ഞിട്ട് ഞാൻ ഒരാഴ്ചയ്ക്ക് ഒരു ജനാശീർവാദ് യാത്ര, ഒരു ട്രിപ്പ്, അങ്ങനെ 6 ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഒരു ട്രിപ്പിന് പോയി. ആ ട്രിപ്പിലാണ് എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയത് വാട്ട് ഈസ് സ്കിൽ ഇന്ത്യ, വാട്ട് ഈസ് ദ മിഷൻ ഓഫ് സ്കിൽ ഇന്ത്യ. Skilling is about harnessing the power of the youth. Skilling is the way of harnessing underutilized energy in our country. ഫ്രാൻസിസ്. പിഴലയാണ് എൻ്റെ സ്ഥലം. 2007 ലാണ്
ഞാൻ ഫസ്റ്റ് JSSലോട്ട് ചേരുന്നത്. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ക്ലാസ്സിലാണ് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്തത്. അതിനുശേഷം 2016-15 ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ ഒരു ഹാൻഡ് എംബ്രോയിഡറി ട്രെയിനറായി ചേർന്നു. ദീപ മിസ്സാണ്, JSSൻ്റെ ദീപ മിസ്സാണ് എന്നെ ഹാൻഡ് എംബ്രോയിഡറി പഠിപ്പിച്ചു തന്നത്. അതിനുശേഷം 2016-17 ഫിനാൻഷ്യൽ ഇയറിൽ ഞാനൊരു ഓൺലൈൻ ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തു. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പെർഫെക്റ്റ് ബുട്ടീക്ക് എന്ന പേരായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ JSSൻ്റെ ഭാഗമായത് 2020 ഇവിടെ വന്ന് ബേസിക് ക്ലാസ്സിനാണ് ഞാൻ വന്നത് കേക്കിൻ്റെ. പക്ഷെ അതിനു മുമ്പ് ഞാൻ കേക്ക് ചെയ്തിട്ടുണ്ട്, ഹോം ബേക്കറായിട്ട് ചെറിയ രീതിയിൽ ചെയ്യുമായിരുന്നു. പക്ഷെ സത്യം പറയാം, ഫസ്റ്റ് കോഴ്സിന് ഞാൻ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച, കാരണം റേറ്റ് കുറവാണ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുണ്ട്, ഒരു മാസത്തെ, ഒരാഴ്ചത്തെ, അങ്ങനെ പല കോഴ്സുകളും ചെയ്തു. അപ്പം റേറ്റ് കുറവാണ്, എന്നാ ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഫെസിലിറ്റേറ്ററായിട്ട് JSS നിയോഗിച്ചിരുന്ന ഷെഫ് മാനുവൽ ഫെർണാണ്ടസിനെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു 3 ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ വളരെ ചേഞ്ച്. കാരണം ഞാനൊരു നോർമലി സാധാരണ ഒരു വീട്ടമ്മ എങ്ങനെ കേക്ക് ചെയ്യുമോ ആ രീതിയിൽ പോയിരുന്ന അവിടെ നിന്ന് യുണീക്കായിട്ട് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി വേണം എന്നുള്ളൊരു ചിന്ത വന്നത് JSSൽ വന്നതിന് ശേഷമാണ്. ഞാൻ 2004 തുടങ്ങിയാണ് കാറ്ററിംഗ് ഫീൽഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള കളക്ഷൻ ചെയ്തുകൊണ്ടിരുന്നു. എങ്കിലും എനിക്കത് വളരെ വിപുലമായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലെ വിമല എന്ന സംഘത്തിൽ ആദ്യകാലം പ്രസിഡൻ്റായി പ്രവർത്തിക്കുകയും അതിലൊരു അംഗമായി മാറുകയും ചെയ്തതുകൊണ്ട് എനിക്ക് ഒത്തിരിയേറെ ഗുണങ്ങൾ അതിൽ ലഭിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് വളർന്നു വരുവാനുള്ളൊരു വേദിയായിരുന്നു ആ സംഘം. അതിൽ നിന്നും ലോണുകൾ എടുക്കുവാനും അതിലൂടെ എനിക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും, പാത്രങ്ങൾ, ഗ്യാസ്, അടുപ്പ്, എല്ലാ കാര്യങ്ങളും വാങ്ങിക്കുവാനായിട്ട് എനിക്കതൊരു സഹായകരമായിരുന്നു. ഞങ്ങളുടെ 21 വർഷമായിട്ട് ഞങ്ങൾ ഈ ഇതിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘത്തിലൂടെ. അപ്പോൾ എനിക്ക് ആ കാറ്ററിംഗ് ചെയ്യാനായിട്ട് ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ചെറിയ രീതിയിലാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ബൾക്കായിട്ട് 1000, 2000, 3000 പേരുടെ വരെ നമുക്ക് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി പവറിലേക്ക് എനിക്ക് വളർന്നു വരാൻ സാധിച്ചു. അതിന് എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഒത്തിരിയേറെ ലോണുകൾ, ബാങ്ക് ലോണുകൾ, പിന്നോക്ക വികസന കോർപ്പറേഷൻ്റെ ലോണുകൾ, വനിതാ വികസന കോർപ്പറേഷൻ്റെ ലോണുകൾ, പേഴ്സണൽ ലോണുകൾ, അതോടൊപ്പം തന്നെ സംഘങ്ങളിൽ നിന്നുള്ള ലോണുകളെല്ലാം എനിക്ക് അനുവദിച്ചു തന്നു. അതെല്ലാം എനിക്ക് കൃത്യമായിട്ട് തിരിച്ചടച്ചതും ഇതിൽ നിന്നാണ്. അത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാനായിട്ട് എനിക്കത് കിട്ടിയത് തന്നെ ആ ഒരു ഉദ്യമത്തിൽ നിന്നും എനിക്ക് ആ കിട്ടിയ ശക്തിയും അതിൻ്റെ ഫീഡ്ബാക്കും ഒക്കെയാണ്. ഇപ്പോൾ ഞങ്ങൾ വളരെയേറെ ഞങ്ങൾ കുടുംബസമേതം എല്ലാവരും ഇതിലേക്ക് ഇറങ്ങി നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സാധനങ്ങളും ഞങ്ങൾക്ക് വാടകയ്ക്ക് എടുക്കാതെ എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരു സ്റ്റേജ് ഡെക്കറേഷൻ ഒഴിച്ച് ബാക്കി ഫുഡ് കൗണ്ടറുകളും ബാക്കിയുള്ള എല്ലാ സെറ്റിങ്സോട് കൂടിയാണ് ഞങ്ങൾ പോയി ഫുഡിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ള അറിവും കാര്യങ്ങളും ഒത്തിരി ട്രെയിനിങ്ങുകൾ എനിക്ക് ഒത്തിരിയേറെ ട്രെയിനിങ്ങുകൾ കിട്ടിയിട്ടുണ്ട് ESSൽ നിന്നും. കാരണം എല്ലാ ബാങ്കുകളുടെ ഉണ്ടായിരുന്നു, കേക്ക്, കാറ്ററിങ്, സാലഡ്, ജ്യൂസ്, എല്ലാ കാര്യങ്ങളിലും ട്രെയിനിങ് തന്ന് എന്നെ ശക്തിപ്പെടുത്തി വളർത്തി വലുതാക്കി. ആവശ്യഘട്ടത്തിൽ ആത്മവിശ്വാസത്തോടെ പ്രതിസന്ധികളെ നേരിടുവാൻ വ്യക്തികളെ ശക്തരാക്കുന്ന പ്രോജക്റ്റുകൾ എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ നിരവധിയാണ്. അപകട മേഖലയിലെ ഇടപെടലുകളും രക്ഷാപ്രവർത്തന പരിശീലനവും മഹാമാരികളെ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ട സാമാന്യ അറിവുകളും ബോധവൽക്കരണവും അടിയന്തര സാഹചര്യങ്ങളിൽ സ്വയം സജ്ജരാകുവാൻ സമൂഹത്തെ പ്രാപ്തരാക്കുന്ന ശേഷിവർദ്ധന പ്രവർത്തനങ്ങളും ഇവയിൽ ചിലതാണ്. സൊസൈറ്റി നേതൃത്വം നൽകുന്ന പാലിയേറ്റീവ് സർവീസും ഡിസാസ്റ്റർ ക്ലിനിക്കുകൾ വഴിയും പൊതുസമൂഹത്തിന് നൽകുന്ന നന്മകൾ അനവധിയാണ്. 2002 ഒക്ടോബർ മാസം 2-ാം തീയതി മുതൽ 2012 വരെ
ഞാൻ എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടറായിരുന്നു. 2002 ഞാൻ ചാർജ് എടുക്കുമ്പോൾ സാധാരണഗതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എൻ്റെ മുൻഗാമികളായ മോൺസിഞ്ഞോർ ജോസ് പടിയാരംപറമ്പിലും അതിനുശേഷം ഞാൻ വരുന്നതിന് തൊട്ട് മുൻപ് ഉണ്ടായിരുന്ന ജെറോം ചമ്മണിക്കോടത്തച്ഛനും ഒക്കെ ആരംഭിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതായത് ക്രെഡിറ്റ് യൂണിയൻ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, ഇതെല്ലാം അവർ ആരംഭിച്ചത് ഞാൻ തുടർന്ന് കൊണ്ടുപോകുന്ന അവസ്ഥയിലായിരുന്നു. 2004 ഇതിനെല്ലാം വലിയൊരു മാറ്റം വന്നു. 2004 ഡിസംബർ മാസം 26-ാം തീയതി, അതായത് ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം, അന്ന് നമ്മളുടെ തീരങ്ങളിൽ സുനാമി ആഞ്ഞടിച്ചു. അന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇത് സുനാമി എന്താണ്, ഇതിൻ്റെ അനുഭവങ്ങളും ആഫ്റ്റർ ഇഫക്റ്റൊക്കെ എന്തായിരിക്കുമെന്നെല്ലാം. അത് ഇവിടെ അടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്, 2 ദിവസമായപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ആ ആഘാതം മനസ്സിലാക്കുന്നത്. അന്ന് നമ്മളുടെ ഈ ചുറ്റുപാടുകൾ മുഴുവനും, അതായത് കേരളത്തിൻ്റെ തീരങ്ങൾ, അതുപോലെ ഇന്തോനേഷ്യ, അങ്ങനെയുള്ള എല്ലായിടത്തും, ചെന്നൈ, അവിടെയെല്ലാം ഇതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. അത് മൂലം ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും നമ്മളുടെ ഈ മേഖലയിലേക്ക് തിരിഞ്ഞു. അന്നുവരെ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് പ്രത്യേക രീതിയിൽ, അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എല്ലാം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും അത് എങ്ങനെ നമ്മൾ അഡ്രസ്സ് ചെയ്യും, അന്നത്തെ ചുറ്റുപാടുകളിലൊന്നും ഞങ്ങൾക്കൊരു പിടുത്തമുണ്ടായില്ല എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നെല്ലാം. പക്ഷേ അതിനുശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മളുടെ കാരിത്താസ് ഇന്ത്യ, CRS, ഇവരുടെയൊക്കെ എക്സ്പേർട്സ് ഇങ്ങോട്ട് വരികയായിരുന്നു. അന്ന് ആ തുടക്കകാലത്ത് കേരളത്തിൻ്റെ മുഴുവനും കേന്ദ്രം ESSലായിരുന്നു. ഇവിടെയായിരുന്നു എല്ലാവരും സമ്മേളിച്ചിരുന്ന് മൊത്തം എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ നീക്കേണ്ടത് എന്നെല്ലാം. ഞാനിപ്പോഴും ഓർക്കുന്നു, ആ സമയത്ത് നമ്മൾ ആദ്യമായിട്ട് അവിടെ ഓഡിറ്റോറിയം പണിത സമയമായിരുന്നു. നമുക്കിവിടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനും മറ്റുമൊക്കെ മീറ്റിംഗ് നടത്താനുമല്ല ഒരു വലിയൊരു ഹാളൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ഹാളാണ് ഉണ്ടായിരുന്നത്. അവർ ഹാളൊക്കെ പണിത് താഴത്ത് ഗ്രൗണ്ട് ലെവലിലൊരു ഹാളൊക്കെ പണിതിരിക്കുന്ന സമയമാണ്. ശരിക്ക് അത് വളരെ ഉപകാരപ്പെട്ടു. ആ സമയത്ത് ഈ സാധനങ്ങളെല്ലാം, അരി, ഭക്ഷണ സാധനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാനും ഇവിടെ എത്തിച്ചു കൊടുക്കാനുമൊക്കെയുള്ള ഒരു ഗോഡൗണായി, സെൻട്രൽ ഗോഡൗൺ പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു അന്ന് ESSലെ. അതുപോലെ തന്നെ മെയിൻ ഓഫീസായിട്ട് CRSൻ്റെയൊക്കെ മെയിൻ ഓഫീസായിട്ട് ഫങ്ഷൻ ചെയ്തിരുന്നതും എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി ആയിരുന്നു. അങ്ങനെ ഏതാണ്ട് 10 വർഷത്തോളം അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ടായിരുന്നു. ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ ഇതിനുവേണ്ടി മാത്രം ഉള്ള പ്രവർത്തനങ്ങളായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകം സ്റ്റാഫിനെയൊക്കെ എടുക്കേണ്ടി വന്നു. എക്സ്പേർട്സ് ആയിട്ടുള്ള, കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ എല്ലാം ആ അവസരത്തിൽ തിരഞ്ഞെടുത്തു. അവർക്ക് പ്രത്യേക ട്രെയിനിങ് എപ്പോഴും ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ആ ESSൻ്റെ മുഖച്ഛായ തന്നെ അങ്ങോട്ട് മാറിപ്പോയി. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. അവിടെ കഴിഞ്ഞ 12 വർഷം വളരെ സന്തോഷകരമായിരുന്നു. വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ നന്നായിട്ട് പുതിയ ഡയറക്ടർ മാർട്ടിൻ അഴിക്കകത്തച്ഛൻ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് കാണുന്നതിലും വളരെ സന്തോഷമുണ്ട്. ഇനിയും വളരെയധികം പുതിയ മേഖലകളിലേക്ക് നമുക്ക് കടക്കേണ്ടിയിരിക്കുന്നു. കാലങ്ങളനുസരിച്ച്, മാറ്റങ്ങളനുസരിച്ച് പല കാര്യങ്ങളെല്ലാം ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾക്കും മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. ഈ സുനാമി സമയത്ത് ഞങ്ങളും അതാണ് പഠിച്ചത്. അതായത് അതിനോടനുബന്ധിച്ചിട്ടുള്ള പഠനങ്ങളും അതിൻ്റെ ട്രെയിനിങ്ങും എല്ലാം വളരെ എക്സ്പെർട്ടീസായിട്ട്, ഇന്നത്തെ കാലത്ത് മുൻപ് ഒരു 10-50 വർഷം പോലെയുള്ള സാമൂഹ്യ സേവനമല്ല ഇന്നത്തെ പ്രവർത്തനങ്ങൾ. ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പുതിയ മേഖലകളും അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാം പ്രൊഫഷണലൈസ്ഡ് ആയി കഴിഞ്ഞു. എന്നാലും ഇത് ബേസിക്കായിട്ടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള കഠിനാധ്വാനമാണ്. നമ്മളെല്ലാം സേവനത്തിന് വേണ്ടി
വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ്. പ്രത്യേകിച്ച് എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്നുള്ളത് വരാപ്പുഴ അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ ആ പ്രവർത്തനം അവിടെ നിന്നാണ് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുക, അതെല്ലാം ക്രോഡീകരിക്കുന്നതും നയിക്കുന്നതുമെല്ലാം. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് അവിടെ ഒരു ഡയറക്ടറായിട്ടിരിക്കാനുള്ള അവസരം അഭിമന്യ പിതാവ് തന്നതിൽ. പിന്നീട് 2012 അവിടെ നിന്ന് ഞാൻ മാറിപ്പോന്നു. ഇപ്പോഴും നന്നായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. 2018 ഓഗസ്റ്റ് 15 നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേരള ജനതയെ ഒന്നാകെ ദുഃഖത്തിലാക്കിയ മഹാപ്രളയം. എനിക്ക് എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റിയുടെ എല്ലാ പ്രദേശങ്ങളിലും തന്നെ ഈ ഒരു പ്രളയത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. അതിലെടുത്തു പറയേണ്ടത് നമുക്ക് പ്രത്യേകിച്ച് കടമക്കുടി പഞ്ചായത്തിലെ പ്രദേശങ്ങളാണ്. കടമക്കുടി പഞ്ചായത്തിലെ 10 വാർഡുകളിൽ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട്, കാരണം ഈ ഒരു പ്രളയത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ, വീടുകൾ നഷ്ടപ്പെട്ട്, അതേപോലെ തന്നെ ഒരുപാട് പേരുടെ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ കാരിത്താസ് ഇന്ത്യയുമായിട്ട് സംയുക്തമായിട്ട് ചേർന്നിട്ട് ഒരു നവജീവൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, അതായത് ഒരു ദുരന്തം ഉണ്ടായാൽ അത് ജനങ്ങൾ എങ്ങനെ അതിനെ അതിജീവിക്കാൻ സാധിക്കും എന്നതാണ് ഈ ഒരു പ്രോജക്റ്റുമായി, ഈ ഒരു നവജീവൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ പഠിപ്പിക്കുന്നത്. ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാ വാർഡുകളിലും വാർഡ് തല ദുരന്ത ജാഗ്രതാ സമിതികളുണ്ട്. അതേപോലെ തന്നെ കർമ്മസേനകൾ, 4 കർമ്മസേനകളുണ്ട്. അതായത് ഒരു ദുരന്തം ഉണ്ടായാൽ, അത് ഏത് തരത്തിലുള്ള ദുരന്തമായാലും അതിനെ നേരിടാണ്ട് പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള 4 കർമ്മസേനകൾ, ഒരു മുന്നറിയിപ്പ് സേനയുണ്ട്. അതേപോലെ തന്നെ സെർച്ച് ആൻഡ് റെസ്ക്യൂ അല്ലെങ്കിൽ അന്വേഷണ രക്ഷപ്പെടുത്തൽ സമിതി, അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ടീം, അതേപോലെ തന്നെ ക്യാമ്പ് മാനേജ്മെൻറ്റ്. ഈ 4 ടീമുകളും എല്ലാ വാർഡുകളിലും, നമ്മൾ 10 വാർഡുകളിലും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വാർഡിൽ 30 പേരടങ്ങുന്ന ഒരു സന്നദ്ധ സേനയെ നമ്മൾ പഞ്ചായത്തുമായിട്ട് ചേർന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഹെൽത്ത് ടീമുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ട്രെയിനിങ്ങും, അതേപോലെ തന്നെ അന്വേഷണ രക്ഷപ്പെടുത്തൽ സമിതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂവുമായിട്ട് സംയുക്തമായിട്ട് ചേർന്നുകൊണ്ടുള്ള ട്രെയിനിങ്ങുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വെളിച്ചത്തിൽ തന്നെ ഒരു ഡിസാസ്റ്റർ ക്ലിനിക്സ് എന്നൊരു ആശയം കൂടി ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ വിഭാവന ചെയ്തിട്ടുണ്ട്. കാരിത്താസിൻ്റെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമും കൂടിയാണ് ഡിസാസ്റ്റർ ക്ലിനിക്സ്. അപ്പോൾ എല്ലാ പ്രദേശത്തും ഈ 10 വാർഡുകളിലും അതുപോലെ തന്നെ ഡിസാസ്റ്റർ ക്ലിനിക്സിൻ്റെ സേവനം ലഭ്യമാണ്. എന്തെങ്കിലും തരത്തിലുള്ളൊരു ദുരന്തം ഉണ്ടായാൽ നമുക്ക് ഈ ഒരു ക്ലിനിക്കിൽ നിന്നുകൊണ്ട് നമുക്ക് അവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അതിനൊരു പരിഹാര മാർഗം കണ്ടെത്താനൊക്കെ ഈ ഒരു പദ്ധതി വഴിയായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. വരാപ്പുഴ അതിരൂപതയുടെ നിർദ്ദേശപ്രകാരം കൂനമാവ് സെൻറ്റ് ഫിലോമിനാസ് ഇടവകയിൽ കോവിഡ് ഹെൽപ്പ് ഡെസ്ക് എന്ന യൂണിറ്റ് രൂപീകരിക്കുകയും കോവിഡ് രോഗികളായുള്ള അനേകം പേർക്ക് സഹായം നൽകുവാനും കൂനമാവ് ഇടവകയിലെ ഹെൽപ്പ് ഡെസ്കിന് സാധിച്ചു. കോവിഡ് രോഗമായി ബാധിച്ച് വീടുകളിൽ താമസിക്കുന്ന രോഗികൾക്ക്
ഉച്ചഭക്ഷണം പാർസലായിട്ട് ഓരോ വീടുകളിലും എത്തിക്കുവാൻ ഈ ഹെൽപ്പ് ഡെസ്കിന് സാധിച്ചു. കൂടാതെ കോവിഡ് മാറിയതിന് ശേഷം ആ വീടുകൾ അണുനശീകരണം ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ വിവിധ സംഘടനകളിൽ നിന്നും അവരുടെ സഹായത്തോടു കൂടി കോവിഡ് രോഗമായി വീടുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷ്യകിറ്റുകളും അതുപോലെ തന്നെ അണുനശീകരണ കിറ്റുകളും നൽകുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ വരാപ്പുഴ അതിരൂപതയിലെ ESSൽ നിന്നും ഭക്ഷ്യകിറ്റുകൾ ഈ ഇടവകയിൽ 200ഓളം വീടുകളിൽ ഭക്ഷ്യകിറ്റ് നൽകുവാൻ സാധിച്ചു. ഇപ്പോൾ ഞങ്ങൾ കോവിഡ് രോഗികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു COVID-19 കരുതലോടെ മുന്നോട്ടെന്ന് പറഞ്ഞ് ഒരു സപ്ലിമെൻ്റ് ഇറക്കുവാൻ സാധിച്ചു. അതാണ് ഏറ്റവും വലിയ കാര്യം. കേരളത്തിലെ പ്രമുഖ ഡോക്ടർമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ സപ്ലിമെൻ്റ് വളരെ ഗുണകരമായ രീതിയിൽ തന്നെ ഇറക്കുവാൻ സാധിച്ചു. കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും പരിഗണിക്കുന്ന വൈവിധ്യ പദ്ധതികൾ ക്രൈസ്തവ സാമൂഹിക സേവന വിഭാഗങ്ങളുടെ മുഖമുദ്രയാണ്. ഏവരെയും ഉൾപ്പെടുത്തുക എന്ന സാമാന്യ അർത്ഥത്തിനപ്പുറം സമൂഹത്തിൽ സാധ്യമായ എല്ലാ സേവനങ്ങളും നിറഞ്ഞ മനസ്സോടെ പ്രദാനം ചെയ്യുക എന്നതാണ് സഭയുടെ സാമൂഹിക സേവന സംഘങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. കുഞ്ഞുങ്ങളെ സമൂഹത്തിന്റെ നല്ല പാതിയായി വളർത്തുന്നതിന് കുട്ടിക്കൂട്ടം എന്ന സംഘവും ഇരുണ്ട ചുമരുകളിലെ കിടക്കയിൽ നിന്നും ജീവിതത്തിന്റെ പ്രശോഭയിലേക്ക് പ്രായമായവരെ പ്രകാശിപ്പിക്കുന്നതിനായി സായം പ്രഭ എന്ന കൂട്ടായ്മയും എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ സജീവമായി പ്രവർത്തിക്കുന്നു. നമ്മൾ 1992 കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടറായിരുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ജോസ് പടിയാറമ്പറമ്പിൽ അച്ഛൻ്റെ ഒരു ആശയത്തിൽ ഉദിച്ച ഒരു പദ്ധതിയാണ് സായം പ്രഭ. നമ്മൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സായങ്കാലത്ത് നമ്മളുടെ വയോജനങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും അവരുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ളൊരു വേദി കൊടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടിട്ടാണ് ബഹുമാനപ്പെട്ട ജോസ് പടിയാറമ്പറമ്പിൽ അച്ഛൻ സായം പ്രഭ രൂപീകരിച്ചത്. അതൊരുപാട് നമ്മുടെ എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ 118 സായം പ്രഭകൾ ഇപ്പോൾ തന്നെ നമുക്ക് നിലവിൽ വളരെ ആക്റ്റീവായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സായം പ്രഭ അംഗങ്ങളും നമ്മൾ സ്വയം സഹായ സംഘങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന അതേ ഒരു മെത്തേഡിൽ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ആഴ്ചകളിലും അവർ കോമൺ ആയിട്ട് മീറ്റിങ്ങുകൾ കൂടുന്നുണ്ട്. അവരുടെ സന്തോഷവും അതേപോലെ തന്നെ അവരുടെ ചിരിയും കളിയൊക്കെ അടങ്ങുന്നതാണ് ആ ഒരു മീറ്റിങ്ങുകൾ. എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന ഈ സ്ഥാപനം ദൈവസ്നേഹത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു പ്രസ്ഥാനമായിട്ട്
നാളിതുവരെ നിലനിന്നിട്ടുണ്ട്. ഈ ജൂബിലി ആഘോഷങ്ങൾക്കിടയിലും അതിനുശേഷവും ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോടൊപ്പം ഈ സ്ഥാപനം എന്നും ഉണ്ടാകും. ദൈവം സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അവരുടെ കണ്ണീരൊപ്പാനും അവരുടെ ജീവിത നിലവാരം ഉയർത്താനുമൊക്കെ ഈ സ്ഥാപനം പ്രതിജ്ഞാബദ്ധമാണ്. അങ്ങനെ ഈ ഒരു സ്ഥാപനം ഇനിയും സഭയിലെ സാമൂഹ്യ ശുശ്രൂഷയുടെ ജ്വലിക്കുന്ന മുഖമായിട്ട് എന്നും നിലനിൽക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ സൊസൈറ്റിയുടെ വിവിധ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും സാമൂഹ്യ പ്രതിബദ്ധത ജനങ്ങളിൽ വളർത്താനുമായിട്ട് ശാലോം ടെലിവിഷനിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പിന്തുണയ്ക്കും ഈ അവസരത്തിൽ ഹൃദയംഗമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ശാലോം ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഈ സൊസൈറ്റിയുടെ സ്നേഹവും പ്രാർത്ഥനകളും ദൈവകൃപകളും ഒത്തിരി ആത്മാർത്ഥതയോടെ നേരുന്നു. 60-ാം വർഷത്തിലേക്ക് വജ്രജൂബിലി ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കുന്ന എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലായി വിവിധ മതസ്ഥരായ ജനവിഭാഗങ്ങളുടെ സമഗ്രവും സുസ്ഥിരവുമായ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിരൂപതയിലെ സാമൂഹ്യ ശുശ്രൂഷയുടെ ശോഭിക്കുന്ന മുഖമായി നിലകൊള്ളുന്ന ഈ സ്ഥാപനം ദൈവകൃപകളുടെ വറ്റാത്ത ഉറവിടമാണ്. ആ സ്ഥാപനത്തിൽ ഇന്ന് സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മാർട്ടിൻ അഴീക്കകത്തച്ഛനെയും അദ്ദേഹത്തിൻ്റെ സഹകാരികളായ എല്ലാവരെയും ഈ തരുണത്തിൽ നന്ദിപൂർവ്വം അനുസ്മരിക്കുകയും അവർക്ക് അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്യുന്നു. തുടർന്നും അവരുടെ അക്ഷീണമായ പരിശ്രമങ്ങൾ സമൂഹത്തിന് നന്മ ഉണ്ടാകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലമായി എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന ഈ പ്രസ്ഥാനത്തെ അകമഴിയും സഹായിച്ചിട്ടുള്ള എല്ലാ ഫണ്ടിങ് ഏജൻസികളെയും അഭ്യുദയകാംക്ഷികളെയും ഒത്തിരി നന്ദിയോടെ ഞാൻ അനുസ്മരിക്കുന്നു. ശാലോം ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനാശംസകൾ. എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി താളുകൾ നിറയെ വിഭവങ്ങൾ നിറച്ച സമൃദ്ധമായ പുസ്തകമാണ്. വരാപ്പുഴ രൂപതയിലെ സമസ്ത മേഖലയിലും അതിൻ്റെ ചൈതന്യം നമുക്ക് ദർശിക്കാനുമാവും. തങ്ങളുടെ ആയുസ്സിൻ്റെ ഏറിയ പങ്കും സാമൂഹിക സേവനത്തിനായി പകുത്തു നൽകിയ ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകരും വൈദികരും സന്യസ്തരുമടങ്ങുന്ന സൊസൈറ്റിയുടെ സേവന സംഘം പൊതുസമൂഹത്തോട് പറയുന്നത് ആശ്വാസത്തിൻ്റെ, പ്രതീക്ഷയുടെ കിനാവുകളെക്കുറിച്ചാണ്. തങ്ങളാൽ സാധ്യമാകും വിധം പ്രാവർത്തികമാക്കുവാൻ കെൽപ്പുള്ള കിനാവുകളെക്കുറിച്ച്. അതിൻ്റെ ചിറകിലേറി എത്ര ജീവിതങ്ങളാണ് ശുഭാപ്തിയുടെ കരപറ്റിയതെന്ന് ചരിത്രം. എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് ഇനിയുമേറെ യാത്ര ചെയ്യുവാനുണ്ട്. ക്രൈസ്തവ ദർശനം പങ്കുവയ്ക്കുവാനുമുണ്ട്. ദീർഘസുന്ദരമായ തുടർയാത്ര ശുഭകരമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.